പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മലബാറിൻ്റെയും ഇന്ത്യയുടെയും ആദ്യ മലയാളിയും സഭാ മേലധ്യക്ഷനുമായി കഴിഞ്ഞ 55 വർഷം തിരുസഭയെ സേവിച്ച മാർ അപ്രേം മെത്രാപ്പോലിത്തയ്ക്ക് 84ാം ജന്മദിനാശംസകൾ നേരാനെത്തിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അപ്രതീക്ഷിതമായ അദ്ദേഹത്തിൻ്റെ വരവ് കണ്ട് നാടും ബിഷപ്സ് ഹൗസും ശരിക്കും അമ്പരന്നു എന്നതാണ് വാസ്തവം. മാർ അപ്രേമിൻ്റെ പിൻഗാമിയായ അഭിവന്ദ്യ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത മന്ത്രിയെ സ്വീകരിച്ചു. മാർ അപ്രേം തിരുമേനിയുടെ ഇരു കൈകളും ചുംബിച്ച സുരേഷ് ഗോപി തുടർന്ന് കാൽപാദത്തിലും തൊട്ടുവണങ്ങി. മാർ അപ്രേം മെത്രാപ്പോലിത്ത സുരേഷ് ഗോപിയെ പൊന്നാട അണിയിച്ചു. ജന്മദിനത്തിൻ്റെ മധുരം സുരേഷ് ഗോപി തന്നെ മാർ അപ്രേമിന് നൽകി. തൃശ്ശൂരിൻ്റെ പൗരോഹിത്യ വിശുദ്ധിയുടെയും സാംസ്കാരിക ഔന്നത്യത്തിൻ്റെയും അത്യപൂർവ മുഖങ്ങളിലൊന്നാണ് മാർ അപ്രേം. തൃശ്ശൂരിലെ മൂക്കൻ തറവാട്ടിൽ ദേവസിയുടെയും കൊച്ചുമറിയത്തിൻ്റെയും 4ാമത്തെ മകനായി 1940 ജൂൺ 13 ജനിച്ച മാർ അപ്രേം ഇന്ത്യയിലെ കൽദായ സഭയുടെ അധ്യക്ഷ സ്ഥാനമൊഴിഞ്ഞ ശേഷവും കർമ്മരംഗത്ത് സജീവമാണ്. ജോർജ് ഡേവിഡ് മൂക്കൻ എന്നായിരുന്നു ആദ്യ നാമം. 1965 ജൂൺ 13 കശീശയായും മാർ തോമാ ധർമ്മോയിൽ നിന്നും പട്ടം സ്വീകരിച്ച് അദ്ദേഹം വൈദിക ശുശ്രൂഷയിൽ പ്രവേശിച്ചു. 28ാം വയസ്സിൽ മാർ അപ്രേം മെത്രാപ്പോലിത്തയായി സ്വന്തം നാട്ടിലെത്തിയപ്പോൾ അതുവരെയുള്ള ഭാരത ക്രൈസ്തവ സഭാചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ മെത്രാനായി. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 70ലേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങളും മാർ അപ്രേം രചിച്ചിട്ടുണ്ട്. കാൽവരി ക്രൂശെ നോക്കി ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനം ഭാരതത്തിലെയും വിദേശത്തെയും ഒട്ടനവധി ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ പാത്രിയാർക്കൽ പ്രതിനിധിയായി തുടരുന്നു.